Hello? Good morning. Good morning. Okay. Good day, എല്ലാവരും. Okay. നമ്മള് എത്ര വരെയാ ഫോർമുലാസ് എടുത്തത്? എത്ര നമ്പർ വരെ എടുത്ത് നിർത്തിയത്? പതിനാല് വരെ എടുത്ത് നിർത്തി അല്ലേ? ഓക്കെ. ഓക്കെ, നെക്സ്റ്റ് ഫോർമുല നോക്കാം കേട്ടോ. പറഞ്ഞിട്ടില്ലേ? ഞാൻ മാർക്ക് ചെയ്ത് തന്നില്ല 14 വരെയുള്ളത്. ആണോ? മാർക്ക് ചെയ്ത് തന്നായിരുന്നോ? ഇല്ല. ഓക്കെ ഓക്കെ. 9 മുതൽ ഫസ്റ്റ് മുതൽ 14 വരെയുള്ള ഭാഗങ്ങളിൽ ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫോർമുലാസ് മാർക്ക് ചെയ്ത് തന്നായിരുന്നോ? ഇതാണ് ക്വസ്റ്റ്യൻ. ഇല്ല. ഓക്കെ, ഇപ്പൊ 14 വരെ എടുത്തതില് നമുക്കൊന്ന് മാർക്ക് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് മുതൽ പറയാം കേട്ടോ. 1 തുടങ്ങി പറയാം, ഫസ്റ്റ് പേജ് തുടങ്ങി പറയാം. ഇനി ആർക്കെങ്കിലും കിട്ടാത്തതുണ്ടെങ്കിൽ അവർക്ക് കിട്ടാനായിട്ട്. ഓക്കെ, ഫസ്റ്റ് പേജില് ഫസ്റ്റ് വൺ. Okay, the time taken for initial assessment. Fourth one, medication errors rate. Next page is 7th one, percentage of unplanned return to OD. 9th one, percentage of a transfusion reaction. 10th one, standardized mortality ratio for ICU. Next page is 14th one, ventilator associated pneumonia rate. Okay, ഇത്ര വരെയും ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് നോക്കാം കേട്ടോ. ഇനി 15ാമത്തെ മുതലാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഒന്നുകൂടി പറയണം അർജുൻ. ഓക്കെ, 1, 4, 7, 9, 10, 14 കേട്ടോ. 14. ഫോർമുല നോക്കാം കേട്ടോ. 15th വണ്ണിന്റെ ഫോർമുല നോക്കാം. സെൻട്രൽ ലൈൻ അസോസിയേറ്റഡ് ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻ റേറ്റ്. ഓക്കെ, ചില രോഗികൾക്ക് സെൻട്രൽ ലൈൻ ഇടാറുണ്ട് അല്ലെ? ഓക്കെ, ഈ വെന്റിലേറ്ററിൽ കിടക്കുന്നവർക്കൊക്കെ മെഡിസിനുകൾ കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാറുണ്ട്? ട്രിപ്പ് ഇടാറുണ്ട്. അല്ലെങ്കിൽ എന്താണ്, ഒരു സെൻട്രൽ ലൈൻ നമ്മുടെ കഴുത്തിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ നമ്മളുടെ കാലിന്റെ തൊടയുടെ ഭാഗത്തും ഇതിലൊക്കെ ആയിട്ടാണ് സെൻട്രൽ ലൈൻ ഇട്ട് കൊടുക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാല് മെഡിസിൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമുക്കറിയാം വെന്റിലേറ്ററിൽ കിടക്കുന്ന രോഗികൾക്കൊക്കെ എന്താണ് വെന്റിലേറ്റർ വായിലൂടെ കടത്തി വിട്ടിട്ടാണ് അല്ലെ, ആ പൈപ്പ് കടത്തി വെച്ചിട്ടാണ് ലങ്സിലേക്ക് എയർവേ എത്തിക്കുന്നത്. അതുപോലെ തന്നെ മൂക്കിലൂടെയും ട്യൂബ് ഇടും. ഇതിനു വേണ്ടിയിട്ടാണ്
ഫുഡുകൾ കൊടുക്കാനായിട്ട്. ഓക്കെ, ജ്യൂസ് അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും കൊണ്ടുപോയി കൊടുക്കുന്നത്. അപ്പോ മെഡിസിനുകൾ കൊടുക്കാൻ വേണ്ടിയിട്ട് വായലൂടെ കഴിക്കാൻ അവർക്ക് പറ്റില്ല അല്ലെ. അതുകൊണ്ട് തന്നെ സെൻട്രൽ ലൈൻ പ്ലേസ് ചെയ്യുന്നുണ്ട്. സെൻട്രൽ ലൈൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കഴുത്തിന്റെ ഭാഗത്ത് ആ വലിയ ഞരമ്പിലേക്ക്, ലാർജ് വെയിനിലേക്ക് ലോങ് തിൻ ട്യൂബ് പ്ലേസ് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ആണ് സെൻട്രൽ ലൈൻ എന്ന് പറയുന്നത്. ആ സെൻട്രൽ ലൈൻ ഒന്നല്ലെങ്കിൽ നമ്മൾ ഇവിടെയായിരിക്കും, കഴുത്തിന്റെ ഭാഗത്തായിരിക്കും, ഒന്നല്ലെങ്കിൽ കാലിന്റെ തൊടയുടെ ആ ഭാഗത്തായിരിക്കും, ഒടുവില് അവിടേക്കാണ് എന്ത് ചെയ്യാ സെൻട്രൽ ലൈൻ പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, മരുന്ന് മെഡിസിനുകൾ കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഓക്കെ, അങ്ങനെ സെൻട്രൽ ലൈൻ പ്ലേസ് ചെയ്യുമ്പോൾ ബെഡ് സ്ട്രീം ഇൻഫെക്ഷൻസ് സംഭവിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ റേറ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഫോർമുല നോക്കിയേ, നമ്പർ ഓഫ് സെൻട്രൽ ലൈൻ അസോസിയേറ്റഡ് bloodstream infections in a month divided by number of central line days in that month into 1000. എന്താ പറയുന്നത്? എന്താണ് അതിൽ പറയുന്നത്? നമ്പർ ഓഫ് സെൻട്രൽ ലൈൻ അസോസിയേറ്റഡ് bloodstream ഇൻഫെക്ഷൻസ് ഇൻ എ മന്ത് അല്ലെ. എന്താണ് ഈ ബ്ലഡ് സ്ട്രീം ഉണ്ടായിട്ടുള്ള ആ മന്തില് ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻസ് ഉണ്ടായിട്ടുള്ള രോഗികളുടെ എണ്ണം സെൻട്രൽ ലൈൻ പ്ലേസ് ചെയ്തപ്പോ ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻ ഉണ്ടായ രോഗികളുടെ എണ്ണം എത്രയാണ്? ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സെൻട്രൽ ലൈൻ ഡേയ്സ് ഇൻ ദാറ്റ് മന്ത്. ആ മന്തില് എത്ര പേർക്ക് സെൻട്രൽ ലൈൻ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ആ ട്രിപ്പ് ഇട്ടിട്ടുണ്ട്. ആ ട്രിപ്പ് ചെയ്തപ്പോ എല്ലാവർക്കും വരണമെന്നില്ല അല്ലെ. കുറച്ചു പേർക്ക് മാത്രം ചിലപ്പോൾ ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് കാര്യങ്ങളൊക്കെ വരാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും വരണമെന്നില്ല. അപ്പൊ എത്ര പേർക്ക് ടോട്ടൽ ആയിട്ട് എത്ര പേർക്ക് ചെയ്തിട്ടുണ്ട്, അതിൽ എത്ര പേർക്ക് ഇൻഫെക്ഷൻസ് ഉണ്ടായി എന്നതിന്റെ റേറ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമ്പർ ഓഫ് സെൻട്രൽ ലൈൻ അസോസിയേറ്റഡ് ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻ ഇൻ ദാറ്റ് ഇൻ എ മന്ത് അല്ലെ. എന്താണ് ആ മന്തില് ഇങ്ങനെയുള്ള സെൻട്രൽ ലൈൻ പ്ലേസ് ചെയ്യുമ്പോൾ ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻ ഉണ്ടായവരുടെ എണ്ണം ഡിവൈഡഡ് ബൈ ടോട്ടൽ എന്താണ് എത്ര പേർക്ക് സെൻട്രൽ ലൈൻ പ്ലേസ് ചെയ്തിട്ടുണ്ട് ആ മന്തില്, അവരുടെ എല്ലാവരുടെയും എണ്ണം into 1000. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. എവിടെയാണ് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ പഠിച്ചിരിക്കുന്നത്? ഓർമ്മയുണ്ടാ? എവിടെയാണ് നമ്മൾ സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ പഠിച്ചിരിക്കുന്നത്? ഓട്ടിയിലാണോ? ഓട്ടിയിലും ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, വേറൊരു ചാപ്റ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ഓർമ്മയുണ്ടാ? സെക്കൻഡ് മൊഡ്യൂളിൽ ഒരു ചാപ്റ്ററില് എവിടെ പഠിച്ചിരിക്കുന്നത്? മിസ് എടുത്തിട്ടുണ്ടല്ലോ ഒരു ചാപ്റ്റർ, ഓർക്കുന്നില്ലേ? ഇല്ല, ഓർമ്മയില്ല. CSSD കേട്ടിട്ടുണ്ടാ? എന്താ CSSD? CSSD എന്താ? എക്സ്പാൻഡഡ് ഫോം എന്താണ്? അതും ഓർമ്മയില്ലേ? CSSD ഫുൾ ഫോം സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, അപ്പോ ഇവിടെ എന്താ ഈ സെൻട്രൽ സ്റ്റെറൈൽ അല്ലെങ്കിൽ CSSD എന്ന് പറയുന്നതില് നമ്മള് എന്താ സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ? ഇല്ല. ആ ചാപ്റ്റർ എടുത്ത് നോക്കി കാണുമ്പോ അല്ലെങ്കിൽ മറിച്ച് നോക്കുമ്പോ കാണാൻ പറ്റും. എന്താ ആ ഇൻട്രൊഡക്ഷൻ പാർട്ടില് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ എന്താണ് അവിടെ പറയുന്നത്? ഈ സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ വരുന്നത് എന്തുകൊണ്ടാണ്? കറക്റ്റ് ആയിട്ട് ഈ ഇൻസ്ട്രുമെന്റ്സുകള് കറക്റ്റ് ആയിട്ട് സ്റ്റെറിലൈസേഷൻ ചെയ്യാതെ വരുമ്പോലെ സർജിക്കൽ വൗണ്ട് അല്ലെ, അവിടെ ആ മുറിവില് നമ്മൾ ഇങ്ങനെയുള്ള അണുനശീകരണം വരുത്താത്ത, കറക്റ്റ് ആയിട്ട് അണുനശീകരണം വരുത്താത്ത ഇൻസ്ട്രുമെന്റ് വെച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ആ പേഷ്യൻസിന് എന്താണ് ഇൻഫെക്ഷൻസ് വരാം അല്ലെ. സർജിക്കൽ വൗണ്ടിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷനെയാണ് നമ്മള് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. ഓർമ്മ വരുന്നുണ്ടോ? ഓക്കെ, അപ്പൊ നോക്കിയേ, സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ റേറ്റ് വന്നിരിക്കുന്ന ഇൻഫെക്ഷൻ വന്നിരിക്കുന്ന ആളുകളുടെ റേറ്റ് ആണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നോക്കിയേ,
Number of a surgical site infection given a month divided by number of surgeries performed that month into 100. Okay. ആ മന്തില് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻസ് ഉണ്ടായിട്ടുള്ള പേഷ്യൻസിന്റെ എണ്ണം എത്രയാണ്? അതേ ഡിവൈഡഡ് ബൈ എത്ര പേർക്ക് സർജറി പെർഫോം ചെയ്തിട്ടുണ്ട്. ആ മന്തില് എത്ര പേർക്ക് സർജറി പെർഫോം ചെയ്തിട്ടുണ്ട് ഇൻടു 100. ക്ലിയർ ആയില്ലേ? എത്ര പേർക്ക് ഇൻഫെക്ഷൻ ഉണ്ടായി? എല്ലാവർക്കും വരണമെന്നില്ല അല്ലെ? കറക്റ്റ് ആയിട്ട് അണുനശീകരണം വരുത്താത്തത് കൊണ്ടാണ്, ആ ഇൻസ്ട്രുമെന്റിന് അണുനശീകരണം വരുത്താത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള സർജിക്കൽ വൗണ്ടിൽ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത്. അതിനെയാണ് നമ്മൾ സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. അതിൽ എത്ര പേർക്ക് ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടായിട്ടുണ്ട്, ടോട്ടൽ എത്ര സർജറി പെർഫോം ചെയ്തിട്ടുണ്ട് ആ മന്തില് ഇൻടു 100. ഓക്കെ, വായിച്ചു നോക്കിയേ. 15, 16 വായിച്ചു നോക്കാം കേട്ടോ. നെക്സ്റ്റ് നോക്കാം. 17th വന്നിട്ടോ, ഹാൻഡ് ഹൈജീൻ കംപ്ലൈൻസ് റേറ്റ്. എന്താണ് ഇവിടെ കംപ്ലൈൻസ് എന്ന് പറഞ്ഞാൽ? എന്തായിരിക്കാം മീനിങ്? ഹാൻഡ് ഹൈജീൻ കംപ്ലൈൻസ് റേറ്റ് എന്തായിരിക്കാം? കംപ്ലൈൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കംപ്ലൈന്റ് ആണോ ഇവിടെ ഉദ്ദേശിക്കുന്നത്? എന്തായിരിക്കാം മീനിങ് വരുന്നത്? ഉദ്ദേശിക്കുന്ന മീനിങ് എന്തായിരിക്കാം? ഇവിടെ ഉദ്ദേശിക്കുന്നത് കംപ്ലൈൻസ് എന്ന് പറഞ്ഞാൽ പാലിക്കുക എന്നാണ് അതിന്റെ മീനിങ് വരുന്നത് കേട്ടോ. പാലിക്കുക. ഹാൻഡ് ഹൈജീൻ അത് പാലിക്കുന്നവരുടെ റേറ്റ് ആണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നോക്കാം. ടോട്ടൽ നമ്പർ ഓഫ് ഹാൻഡ് ഹൈജീൻ ആക്ഷൻസ് പെർഫോംഡ് divided by total number of hand hygiene opportunities into 100. Okay. Total number of hand hygiene actions performed divided by total number of hand hygiene opportunities into 100. എന്താ ഇവിടെ പറയുന്നത്? hand hygiene actions പ്രവർത്തനങ്ങളുടെ total number. Okay. Total number of hand hygiene actions performed. hand hygiene actionന്റെ പ്രവർത്തനങ്ങളുടെ ഹൈജീൻ ആക്ഷൻ അല്ലെങ്കിൽ ആ പ്രവർത്തനങ്ങളുടെ ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ ഹാൻഡ് ഹൈജീൻ നടത്താനായിട്ടുള്ള അവസരങ്ങൾ, ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ അവസരങ്ങളുടെ ടോട്ടൽ നമ്പർ ഇൻടു 100. ഓക്കെ. ഹാൻഡ് ഹൈജീൻ പ്രവർത്തനങ്ങളുടെ ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ ഹാൻഡ് ഹൈജീൻ നടത്താനായിട്ടുള്ള ആ ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ അവസരങ്ങളുടെ ടോട്ടൽ നമ്പർ ഇൻടു 100. നെക്സ്റ്റ് എന്താ? പെർസെന്റേജ് ഓഫ് കേസസ് ഹു റിസീവ് അപ്രോപ്രിയേറ്റ് പ്രൊഫിലാക്റ്റിക് ആന്റിബയോട്ടിക്സ് വിത്തിൻ ദ സ്പെസിഫൈഡ് ടൈം ഫ്രെയിം. ഓക്കെ. അത് ഉദ്ദേശിക്കുന്നത് എന്താണ്?
പ്രൊഫിലാക്റ്റിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രോഗനിവാരണം അല്ലെ. ഓക്കെ, അപ്പൊ എന്താണ് അവിടെ പറയുന്നത്? ഒരു നിർദ്ദിഷ്ട സമയപരിധിക്കുള്ളില് എത്ര പേഷ്യൻസിന് സർജറി കഴിഞ്ഞിട്ട് രോഗനിവാരണവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ രോഗനിവാരണത്തിന് വേണ്ടിയിട്ട് ആന്റിബയോട്ടിക്സ് സ്വീകരിച്ചു, അത്തരത്തിലുള്ള കേസസുകളുടെ പെർസെന്റേജ് ആണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? ഒരു നിർദ്ദിഷ്ട സമയപരിധിക്കുള്ളില് എത്ര പേഷ്യൻസിന് സർജറി കഴിഞ്ഞ് രോഗനിവാരണത്തിന് വേണ്ടിയിട്ട് ആന്റിബയോട്ടിക്സ് സ്വീകരിച്ചു, അത്തരത്തിലുള്ള കേസസുകളുടെ എണ്ണമാണ്, കേസസുകളുടെ പെർസെന്റേജ് ആണ് ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതിന്റെ പെർസെന്റേജ് നോക്കിയേ. Number of patients who did receive appropriate prophylactic antibiotics divided by number of patients who underwent the surgeries in the OT into 100. അപ്പൊ എന്താണ് അവിടെ പറയുന്നത്? രോഗനിവാരണത്തിനായിട്ട് ആന്റിബയോട്ടിക്സ് സ്വീകരിച്ച പേഷ്യൻസിന്റെ ആകെ എണ്ണം ഡിവൈഡഡ് ബൈ ഓപ്പറേഷൻ തിയേറ്ററിൽ സർജറിക്ക് വിധേയമായവര്, ഓക്കെ, സർജറിക്ക് വിധേയമായവരുടെ ആകെ പേഷ്യൻസിന്റെ എണ്ണം, എത്ര പേര് വിധേയമായിട്ടുണ്ട് അവരുടെ എണ്ണം ഇൻറ്റു 100. എന്താ പറഞ്ഞത് അവിടെ? രോഗനിവാരണത്തിനായിട്ട് ആന്റിബയോട്ടിക്സ് സ്വീകരിച്ച പേഷ്യൻസിന്റെ ആകെ എണ്ണം ഡിവൈഡഡ് ബൈ ഓപ്പറേഷൻ തിയേറ്ററിലെ സർജറിക്ക് വിധേയമായിട്ടുള്ള പേഷ്യൻസിന്റെ എണ്ണം ഇൻറ്റു 100. ക്ലിയർ ആയോ? ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ. വായിച്ചു കഴിഞ്ഞോ? ഓക്കെ, നെക്സ്റ്റ് ആണ് പെർസെന്റേജ് ഓഫ് റീഷെഡ്യൂളിംഗ് സർജറീസ്. എന്താ റീഷെഡ്യൂളിംഗ് എന്ന് പറഞ്ഞാല്? എന്താ മീനിങ് വരാൻ റീഷെഡ്യൂളിംഗ്? എന്തായിരിക്കും? റീഷെഡ്യൂളിംഗ് എന്ന് പറഞ്ഞാൽ എന്താ?
പുനർക്രമീകരിക്കുക കേട്ടോ. അതിന്റെ മീനിങ് ആണ് പുനർക്രമീകരിക്കുക. അപ്പൊ എന്താണ് സർജറീസ് പുനർക്രമീകരിച്ചിട്ടുള്ളതിന്റെ പെർസെന്റേജ് ആണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. The rescheduling of the surgeries consists of cancellation and postponement beyond 4 hours of the surgery. എന്താ പറയുന്നത്? ഈ സർജറി നമ്മള് ഒരാളിപ്പോ സർജറി കഴിഞ്ഞിട്ട് ചിലപ്പോ എന്താണ് 4 hours ഒക്കെ ലേറ്റ് ആവാം അല്ലെ, ചിലപ്പോ കൂടാൻ കുറയാം അല്ലെ, ഹവേഴ്സിൽ വ്യത്യാസം വരാം അല്ലെ. ഇപ്പൊ 2 മണിക്കൂർ കൊണ്ട് ചെയ്യുന്ന സർജറി ചിലപ്പോ 4 മണിക്കൂർ ആവാം അല്ലെ, അല്ലെങ്കിൽ ഒരു 6 മണിക്കൂർ എടുക്കാം അല്ലെ. കോംപ്ലിക്കേഷൻസോ അങ്ങനെ ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ട് വരാം അല്ലെ. അപ്പൊ ചിലപ്പോ ഇത്തിരി നേരമൊക്കെ വൈകാം, അവേഴ്സുകളിൽ വ്യത്യാസം വരാം അല്ലെ. അങ്ങനെ നെക്സ്റ്റ് ആളുടെ സർജറി നമ്മൾ ചെയ്യുമ്പോ എന്താണ് അയാളില് നമ്മള് സർജറിക്ക് നമ്മൾ ചിലപ്പോ ഇത്ര ടൈം പറഞ്ഞിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ആ ടൈമിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ, ഇപ്പൊ ഫസ്റ്റ് ആളുടെ സർജറി ചെയ്യുമ്പോൾ 4 hours ലേറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത ആളുടെ സർജറിക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും, ടൈം എടുക്കും അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോ 4 hours ലേറ്റ് ആകുന്നത് നമുക്ക് അഡ്ജസ്റ്റ് ഒക്കെ ചെയ്യാം. അഡ്ജസ്റ്റ് ചെയ്ത് 4 hours വരെ ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് സർജറി കൂടി നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നീട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവേഴ്സിൽ എന്താ ഡിഫറൻസ് ഒക്കെ വന്നു കഴിഞ്ഞാല് ബാക്കിയുള്ള സർജറീസ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, ആ ദിവസം ക്യാൻസൽ ചെയ്യാനോ അല്ലെങ്കിൽ മറ്റൊരു ദിവസത്തേക്ക് പോസ്റ്റ്പോൺ ചെയ്യുകയോ ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെയുള്ള റേറ്റ് ആണ് അവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിന്റെ നോക്കിയേ ഫോർമുല നോക്കിയേ, number of cases rescheduled divided by number of cases planned into 100. ഓക്കെ, എത്ര കേസുകള് ഇങ്ങനെ റീഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് അവയുടെ ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ എത്ര കേസുകള് അന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട് അതിന്റെ ടോട്ടൽ നമ്പർ ഇൻറ്റു 100. ഓക്കെ, ചിലപ്പോ ഒരു ദിവസം എന്താണ് ചിലപ്പോ 4 അല്ലെങ്കിൽ 3 സർജറീസ് ഉണ്ടാവാം. അപ്പൊ ഒരാളുടെ സർജറിക്ക് നമ്മൾ കയറ്റുമ്പോ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ ആളുടെ സർജറിയിൽ ചിലപ്പോ എന്താണ് വൈകാലെ, ചിലപ്പോ കുറെ അവേഴ്സ് ഒക്കെ ലേറ്റ് ആവാം. മറ്റുള്ള ആളുടെ സർജറി ഒക്കെ എന്താണ് അത്രയും പിന്നെയും ലേറ്റ് ആവുന്നുണ്ട് അല്ലെ, രണ്ടാമത്തെ ആളുടെ സർജറി ചെയ്യാനായിട്ട്. അപ്പൊ 4 hours ഒക്കെ ആണെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാൻ പറ്റും. പിന്നീട് ഉള്ള ആളുടെ സർജറീസ് ഒക്കെ എന്താണ് പോസ്റ്റ്പോൺ ചെയ്യേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ ആ ദിവസം ക്യാൻസൽ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അതിന്റെ റേറ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. റീഷെഡ്യൂൾ ചെയ്തവരുടെ ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ എത്ര എണ്ണമാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അതിന്റെ ടോട്ടൽ നമ്പർ ഇൻറ്റു 100. ഓക്കെ, നെക്സ്റ്റ് ആണ് ടേൺ അറൗണ്ട് ടൈം ഫോർ ഇഷ്യൂ ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് കമ്പോണൻസ്. The time taken to be calculated from the time the request is received in the blood bank till the blood is cross-matched or reserved and available for transfusion. Okay, അപ്പൊ എന്താണ് ട്രാൻസ്ഫ്യൂഷൻ എന്നൊക്കെ പറഞ്ഞാല്, നമ്മൾക്കിപ്പോ എന്തെങ്കിലും എന്താ ഈ ബ്ലഡ് ബാങ്കിലൊക്കെ നമ്മൾ പോവാറുണ്ടല്ലേ. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ബ്ലഡ് ബാങ്കിലേക്ക് പോകുന്നത്? ബ്ലഡ് ബാങ്ക് പഠിച്ചവരല്ലേ നിങ്ങള്? ബ്ലഡ് എടുക്കാനായിട്ട് അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ്? ഇപ്പോ ബ്ലഡ് ബാങ്കിൽ പോയിട്ട് എനിക്ക് ഒരു ഓപ്പോസിറ്റീവ് ബ്ലഡ് വേണം അല്ലെങ്കിൽ ഓ നെഗറ്റീവ് ബ്ലഡ് വേണം എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് കിട്ടുമോ? നമുക്ക് കിട്ടോ? ഇല്ല. നമുക്ക് പകരം എന്തവിടെ കൊടുക്കണം? ഡോക്ടേഴ്സിന്റെ ഒരു റിക്വസ്റ്റഡ് ഫോം കൊടുക്കണം അല്ലെ. ഓക്കെ, ഡോക്ടേഴ്സിന്റെ തരുന്നുണ്ട് ഏതാണ് രോഗി, എന്താണ് രോഗം എന്നുള്ളത്, അതുപോലെ തന്നെ എന്താ അതിന്റെ ക്വാണ്ടിറ്റി, നമുക്ക് എത്ര ബ്ലഡ് ആണ് വേണ്ടത്, അതിന്റെ ക്വാണ്ടിറ്റി എത്തരത്തിലുള്ള ബ്ലഡ് ആണ് വേണ്ടത്, അതുപോലെ തന്നെ ബ്ലഡിന്റെ ക്വാണ്ടിറ്റി എങ്ങനെയാണ് വേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു റിക്വസ്റ്റഡ് ഫോമിൽ നമുക്ക് എഴുതി തരാറുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യും? നമ്മള് ബ്ലഡ് ബാങ്കിൽ കൊണ്ടുപോയി കൊടുക്കും. അവരെന്ത് ചെയ്യും? ആ ബ്ലഡ് നമ്മള് എന്താണ് ക്രോസ് മാച്ച് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ കറക്റ്റ് ആണോ എന്നുള്ളത് നമ്മൾ നോക്കും അല്ലെ. ക്രോസ് മാച്ച് ചെയ്തിട്ട് അത് അനുയോജ്യമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്താണ് അത് നമുക്ക് എത്ര ക്വാണ്ടിറ്റിയിലാണോ എന്നുള്ളത് അത് നോക്കിയിട്ട് തന്നുവിടാറുണ്ട് ഇല്ലേ. ഓക്കെ, അപ്പൊ അതിന്റെ റേറ്റ് ആണ് അവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നോക്കാം. ടോട്ടൽ സം ഓഫ് ടൈം ടേക്കൺ അല്ലെ.
എത്ര ടൈം നമുക്കത് തരാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എത്ര ടൈം എടുക്കുന്നുണ്ട്, നമുക്കത് തരാൻ വേണ്ടിയിട്ട് എത്ര ടൈമാണ് അവർ എടുക്കുന്നത്, അതിന്റെ ആ ടോട്ടൽ ടൈമിന്റെ ആ തുക ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് കമ്പോണൻസ് ക്രോസ് മാച്ച്ഡ് ആൻഡ് റിസർവ്ഡ്. അപ്പൊ എന്താണ് അത് ക്രോസ് മാച്ച് ചെയ്ത് നോക്കിയിട്ട് അതുപോലെ തന്നെ എന്താണ് നമ്മുടെ കയ്യിലേക്ക് തരാനായിട്ടുള്ള ടൈമാണ് നമ്മൾ അവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ക്രോസ് മാച്ച് ചെയ്ത് നോക്കി കറക്റ്റ് ആണോ ഇല്ലയോ, മാച്ച് ആണോ എന്നുള്ളത് നോക്കും. എന്നിട്ട് നമ്മുടെ കയ്യിലേക്ക് റിസർവ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ കയ്യിലേക്ക് തരാനായിട്ടുള്ള ടൈം എത്രത്തോളം അവരെടുക്കുന്നുണ്ട് അതാണ് അവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ കയ്യിലേക്ക് തരാൻ വേണ്ടിയിട്ട് എത്ര ടൈം എടുക്കുന്നുണ്ട് ഡിവൈഡഡ് ബൈ ക്രോസ് മാച്ച് ചെയ്തതല്ലേ ബ്ലഡ് ആൻഡ് ബ്ലഡ് കമ്പോണൻസിന്റെ ആ ടോട്ടൽ എണ്ണം ക്രോസ് മാച്ച് ചെയ്ത് നോക്കിയിട്ടുള്ള ബ്ലഡ് ആൻഡ് ബ്ലഡ് കമ്പോണൻസിന്റെ ടോട്ടൽ എണ്ണം, അതുപോലെ തന്നെ അത് എത്ര ടൈം എടുക്കുന്നുണ്ട്. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, എത്ര ടൈമാണ് അവർ എടുക്കുന്നത്, നമ്മുടെ കയ്യിലേക്ക് തരാൻ വേണ്ടിയിട്ട് എത്ര ടൈം എടുക്കുന്നുണ്ട് ഡിവൈഡഡ് ബൈ, അവിടെയാണ് ഡിവൈഡഡ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ടോട്ടൽ നമ്പർ ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് കമ്പോണൻസ് ക്രോസ് മാച്ച്ഡ്. ഓക്കെ, ക്രോസ് മാച്ച് ചെയ്ത് അതിന്റെ ടോട്ടൽ എണ്ണം. ഇനി ബ്ലഡ് ആൻഡ് ബ്ലഡ് കമ്പോണൻസിന്റെയും ടോട്ടൽ എണ്ണം എത്ര ക്രോസ് മാച്ച് ചെയ്ത് നോക്കിയിട്ട് അനുയോജ്യമായിട്ടുണ്ടോ എന്ന് നോക്കണം അല്ലെ തരാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിന്റെ ടോട്ടൽ എണ്ണം എത്രയാണ് എന്നുള്ളതാണ് അവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ആണ് നേഴ്സ് പേഷ്യന്റ് റേഷ്യോ ഫോർ ICUs ആൻഡ് വാർഡ്. ഓക്കെ, നേഴ്സ് പേഷ്യന്റ് റേഷ്യോ ഒക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലെ ICUല്, ഓർമ്മയുണ്ടാ? ICUലും വാർഡിലൊക്കെ നമ്മൾ റേഷ്യോസ് പഠിച്ചത്. ICUല് എത്രയാ നേഴ്സ് പേഷ്യന്റ് റേഷ്യോ വേണ്ടത്? ഓർമ്മയില്ല. 1:1 എന്നുള്ളത് ഓർമ്മയുണ്ടാ? 1:2 ഉണ്ട്, 1:1 ഉണ്ട് അല്ലെ? ഒരു രോഗിക്ക് ഒരു നേഴ്സ് എന്ന പോർഷൻ അല്ലെ? ഓക്കെ, അങ്ങനെ. ഇനി ജനറൽ വാർഡിലാവുമ്പോ എന്താണ്, ജനറൽ വാർഡിലാവുമ്പോ ഒരു രോഗിക്ക് അല്ലെ ഒരു നേഴ്സും, അതുപോലെ തന്നെ 1:6 അല്ലെ? അതുപോലെ തന്നെ എന്താ സ്പെഷ്യലൈസ്ഡ് വാർഡിലാവുമ്പോ 1:4. ഇതൊക്കെ ഓർക്കുന്നുണ്ടോ? പറഞ്ഞു തന്നിട്ടുണ്ടാവും ടീച്ചർ, പറഞ്ഞു തന്നിട്ടുണ്ടോ ICU എടുത്ത ടീച്ചർ? 1:1 1:2 അല്ലെ? ഒരു രോഗിക്ക് 2 നേഴ്സ് എന്ന നിലയില് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രപ്പോർഷൻ നോക്കുന്നത്. അപ്പൊ അതിന്റെ പെർസെന്റേജ്, അതിന്റെ റേഷ്യോ ആണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നോക്കാം, എന്താ നമ്പർ ഓഫ് നഴ്സിംഗ് സ്റ്റാഫ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒക്യുപ്പൈഡ് ബെഡ്. എന്താണ് നമ്പർ ഓഫ് നഴ്സിംഗ് സ്റ്റാഫ് അല്ലെ? ടോട്ടൽ എണ്ണം, നഴ്സുമാരുടെ ടോട്ടൽ എണ്ണം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒക്യുപ്പൈഡ് ബെഡ്. ഒക്യുപ്പൈഡ് ബെഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഈ പേഷ്യൻസ് കൈവശപ്പെടുത്തിയിട്ടുള്ള ബെഡ്സിന്റെ എണ്ണമാണ് അവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലെ? ഇപ്പൊ രോഗികൾ വന്നു കഴിഞ്ഞാല് നഴ്സുമാർക്ക് എന്താണ് അത് നോക്കാനായിട്ടുള്ള അല്ലെ? ഇപ്പൊ നമുക്കറിയാം ICUലാണെങ്കിൽ ഒരു പേഷ്യന്റിന് ഒരു നേഴ്സ് എന്ന നിലയിലാണ് അല്ലെ? നല്ല തീവ്രമായിട്ട് പരിചരണം വേണ്ട കാര്യങ്ങളാണ് അവിടെ ചെയ്യുന്നത് അല്ലെ? ICU എന്ന് പറയുന്നത് അല്ലെ? അതുകൊണ്ട് തന്നെ രോഗികൾക്ക് നല്ല തീവ്രമായിട്ട് നമ്മൾ പരിചരണം കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോ ഒരു നേഴ്സിന് ഒരു പേഷ്യന്റ് എന്ന നിലയിലാണ് അതിന്റെ പ്രപ്പോർഷൻ പോകുന്നത്. അപ്പോ രോഗികള് കൈവശപ്പെടുത്തിയിട്ടുള്ള ബെഡിന്റെ എണ്ണം അതാണ് അവിടെ കൊടുക്കേണ്ടത്. എത്ര നേഴ്സുമാരുണ്ട് അവരുടെ ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ രോഗികൾ കൈവശപ്പെടുത്തിയിട്ടുള്ള ബെഡുകളുടെ ടോട്ടൽ നമ്പർ. ഓക്കെ, മൂന്നെണ്ണം വായിച്ചു നോക്കിയേ. 19, 20, 21.
Next നോക്കാം 22. Waiting time for outpatient consultation. Okay, ആരാണ് outpatient എന്ന് പറയുന്നത്? ആരാണ് outpatient? ആരാണ് outpatient? അഡ്മിറ്റ് ആവാത്ത പേഷ്യൻസ് അല്ലെ, ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങിച്ച് തിരിച്ചു പോകുന്ന പേഷ്യൻസിന്, വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന പേഷ്യൻസ് ആണ് ഈ ഔട്ട് പേഷ്യന്റ് എന്ന് പറയുന്നത് അല്ലെ, OP പേഷ്യന്റ് എന്ന് പറയുന്നത്. അവരുടെ വെയിറ്റിംഗ് ടൈം അതാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നോക്കാം എന്താണ് ഇവരുടെ വെയിറ്റിംഗ് ടൈം എന്ന് പറയുന്നത്. വെയിറ്റിംഗ് ടൈം is the length of time which one should wait in order for a specific action to happen. After that action is called for or mandated. Waiting time for outpatient consultation is the time from which the patient has come to the respected outpatient department till the time that the respected consultant begins the assessment. അപ്പോൾ വെയിറ്റിംഗ് ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഒരു പാർട്ടിക്കുലർ ടൈം അല്ലെങ്കിൽ പാർട്ടിക്കുലർ എന്താ കാര്യം നടക്കാൻ വേണ്ടിയിട്ട് നമ്മള് വെയിറ്റ് ചെയ്യിപ്പിക്കുന്നതാവാം അല്ലെ, അല്ലെങ്കിൽ വെയിറ്റ് ചെയ്തിരിക്കുന്നതാവാം അല്ലെ. ഒരു കാര്യം നടക്കാൻ വേണ്ടിയിട്ട് നമ്മളോട് പറയാറുണ്ടല്ലോ, ഹോസ്പിറ്റലുകളിലൊക്കെ പോകുമ്പോ ഒന്ന് അവിടെ വെയിറ്റ് ചെയ്തിരിക്കൂ, വിളിക്കാം എന്ന് പറയാറുണ്ട് അല്ലെ. ഓക്കെ, രണ്ട് കാര്യങ്ങളാണ് ഹോസ്പിറ്റലിൽ നമ്മൾ പോകുമ്പോ നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളായിട്ട് പറയുന്നത്. ഓക്കെ, ഏതൊക്കെയാകാം? ഒരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏതൊക്കെ കാര്യങ്ങൾക്കാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത്? നോർത്തോക്കെ മെഡിസിൻ വാങ്ങിക്കാനായിട്ട് അല്ലെ, ഫാർമസിയില്. ഓക്കെ, പിന്നെ കൺസൾട്ടേഷൻ ചെയ്യുമ്പോ അല്ലെ, ഡോക്ടറെ കാണാനായിട്ട് നമ്മൾ ആദ്യം ചെല്ലുന്നു, എന്താണ് രജിസ്റ്ററോടെ ടോക്കൺ എടുത്ത് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യുന്നു, നമ്മുടെ എന്താണ് നമ്പർ ആകുമ്പോ അല്ലെ, അത്രയും നേരം നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തിരിക്കും ഇല്ലേ. അപ്പോ ആദ്യം ഡോക്ടറെ കൺസൾട്ടേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താ ഓക്കെ, മരുന്ന് വാങ്ങിയിട്ട് അല്ലെ, മരുന്ന് വാങ്ങാൻ നേരത്തും അവിടെ എന്താണ് ടോക്കൺ എടുക്കണം. അപ്പൊ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തിരിക്കാറുണ്ട്. സ്കാനിങ്ങിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കാറുണ്ട് അല്ലെ. അപ്പൊ ഒന്നല്ലെങ്കിൽ കൺസൾട്ടേഷൻ ഡോക്ടറെ കണ്ട് വീട്ടിലേക്ക് പോകുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ഒന്നല്ലെങ്കിൽ എങ്ങനെയാണ് ഡോക്ടറെ കാണാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കും. അതുപോലെ തന്നെ മെഡിസിനുകൾ വാങ്ങിക്കാനായിട്ടാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ വെയിറ്റിംഗ് ടൈം എന്ന് പറയുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്തിരിക്കാറ്. നമ്മൾ സാധാരണ പോകുന്ന ആൾക്കാരാണ് അല്ലെ, ഗവൺമെന്റ് ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാറ്. ഓക്കെ, ഇവിടെ ഇവര് പറയുന്ന വെയിറ്റിംഗ് ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഈ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പേഷ്യന്റ് എത്തി ഡോക്ടർ പ്രാഥമിക വിലയിരുത്തൽ നടത്തുന്നതിന്, അത് എപ്പോഴാണോ ഇനീഷ്യൽ അസസ്മെന്റ് നടത്തുന്നത്, എപ്പോഴാണോ അവിടെ വരെയുള്ള ടൈമിനെയാണ് വെയിറ്റിംഗ് ടൈം ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇവര് ഇവിടെ പറയുന്ന വെയിറ്റിംഗ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്നാണ് ഉദ്ദേശിക്കുന്നത്? രോഗി ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലെത്തി ഡോക്ടറെ കൺസൾട്ടേഷൻ ഇനീഷ്യൽ ആയിട്ടുള്ള അസസ്മെന്റ് നടത്തുന്നത് വരെയുള്ള ടൈമിനെയാണ് വെയിറ്റിംഗ് ടൈം എന്ന് ഇവർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതിന്റെ ഫോർമുല നോക്കിയേ. സം ടോട്ടൽ പേഷ്യന്റ് ഇൻ ടൈം ഫോർ കൺസൾട്ടേഷൻ ഡിവൈഡഡ് ബൈ total number of outpatients. Okay, sum total patient in time for consultation, total divided by total number of outpatients. മനസ്സിലായോ എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? കൺസൾട്ടേഷന് വേണ്ടിയിട്ട് പേഷ്യന്റിന് ആ സമയം എടുത്ത സമയത്തിന്റെ ആകെ തുക ആണല്ലേ. നമ്മൾ പറഞ്ഞു വെയിറ്റിംഗ് ടൈം എന്ന് പറഞ്ഞാല് ഡോക്ടർ പ്രാഥമിക
മൂല്യനിർണ്ണയം അല്ലെങ്കിൽ പ്രാഥമിക വിലയിരുത്തൽ നടത്തുന്നത് വരെയുള്ള ടൈമിനെയാണ് വെയിറ്റിംഗ് ടൈം എന്ന് പറയുന്നത്. അപ്പൊ അതെ. അപ്പൊ എന്താണ് കൺസൾട്ടേഷന് വേണ്ടിയിട്ട് പേഷ്യന്റ് എടുത്ത ആ സമയത്തിന്റെ ആകെ തുക ഡിവൈഡഡ് ബൈ അവിടെ വന്നിരിക്കുന്നത് എത്ര പേഷ്യൻസ് ആണ്, അവരുടെ ടോട്ടൽ എണ്ണം. മനസ്സിലായോ? അവിടെ വന്നിരിക്കുന്നത് എത്ര ഔട്ട് പേഷ്യൻസ് വന്നിട്ടുണ്ട്, അവർക്ക് എത്ര ടൈമാണ് എടുത്തിരിക്കുന്നത്, ഇനീഷ്യൽ അസസ്മെന്റിന് അവർക്ക് എത്ര ടൈം എടുത്തു. മനസ്സിലായോ? അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. വെയിറ്റിംഗ് ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? ഇവര് പറയുന്ന വെയിറ്റിംഗ് ടൈം എന്ന് പറഞ്ഞാല് രോഗി ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ എത്തി, രോഗി ഡോക്ടറെ കണ്ട് അല്ലെ, ആ ഡോക്ടറെ പ്രാഥമിക മൂല്യനിർണ്ണയം അല്ലെങ്കിൽ പ്രാഥമിക വിലയിരുത്തൽ നടത്തുന്നത് വരെയുള്ള ടൈമിനെയാണ് ഇവിടെ ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ വെയിറ്റിംഗ് ടൈം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് രോഗി കൺസൾട്ടേഷന് വേണ്ടിയിട്ട് പേഷ്യന്റിന് എടുത്ത ടൈം, ഓക്കെ, അതേ ഡിവൈഡഡ് ബൈ ഇത്ര ഔട്ട് പേഷ്യന്റ് വന്നിട്ടുണ്ട്, ഇവിടെ ടോട്ടൽ നമ്പർ. ഇനി ആ പേജില് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ അടയാളപ്പെടുത്തി തരാം കേട്ടോ. ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. 22 ഒന്ന് വായിച്ചു നോക്കാം. നമ്മൾ 14 വരെയാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി അവിടെ മുതലുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫോർമുലാസ് മാർക്ക് ചെയ്ത് തരാം. സിക്സ്റ്റീൻത് വൺ കേട്ടോ. 16 സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ. 17 hand hygiene complaints rate. Hand hygiene complaints rate. 19 percentage of rescheduling of surgeries. Percentage of rescheduling of surgeries. 21 nurse patient ratio for ICUs and ward. Nurse patient ratio for ICUs and ward. ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കാം കേട്ടോ. 16, 17, 19, 21. ഓക്കെ, 22 ഒന്ന് വായിച്ചു നോക്കാം. പഠിച്ചാ മതി. ഞാൻ പറയുന്നത് എങ്കിലും മാർക്ക് ചെയ്ത് തരുന്നത് എങ്കിലും കൃത്യമായിട്ട് പഠിച്ചിരിക്കാം കേട്ടോ. നെക്സ്റ്റ് നോക്കിയാലോ? ഓക്കെ, 23 നോക്കാം കേട്ടോ. വെയിറ്റിംഗ് ടൈം ഫോർ ഡയഗ്നോസ്റ്റിക്സ്. ഓക്കെ, ഡയഗ്നോസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? രോഗനിർണയം അല്ലെ. വെയിറ്റിംഗ് ടൈം ഫോർ ഡയഗ്നോസ്റ്റിക്സ് ഈസ് ദ ടൈം from which the patient has come into the diagnostic services till the time that the test is started. എന്താണ് വെയിറ്റിംഗ് ടൈം ഫോർ ഡയഗ്നോസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരു രോഗി ഹോസ്പിറ്റലിൽ എത്തി, ഡോക്ടർ രോഗിക്ക് രോഗനിർണയം നടത്തുന്നതിനായിട്ട് സ്കാൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റിക്വസ്റ്റഡ് ഫോം കൊടുത്തു. ഓക്കെ, എന്താണ്? ഒരു രോഗി ഹോസ്പിറ്റലിൽ എത്തി, ഡോക്ടറെ കണ്ടു, അപ്പൊ സ്കാൻ ചെയ്യാൻ പറഞ്ഞു.
സ്കാൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ എഴുതി കൊടുക്കും അല്ലെ, ഇന്ന സ്കാൻ എഴുതണം, അല്ല ഇന്ന സ്കാൻ ചെയ്യണം, MRI ചെയ്യണം, അല്ലെങ്കിൽ എക്സ്റേ എടുക്കുക, അല്ലെങ്കിൽ CT സ്കാൻ ചെയ്യാം എന്നുള്ള ഒരു പ്രിസ്ക്രിപ്ഷൻ എഴുതിയിട്ട് കൊടുക്കും, റിക്വസ്റ്റഡ് ഫോം എഴുതി കൊടുക്കുന്നു. അതെന്ത് ചെയ്യുന്നുണ്ട്, രോഗി കൊണ്ടുപോയിട്ട് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലെ കൗണ്ടറിൽ കൊണ്ടുപോയിട്ട് കൊടുത്തു. ഓക്കെ, കൗണ്ടറിൽ കൊണ്ടുപോയിട്ട് കൊടുത്തു. അത് മുതല് നമ്മളെ സ്കാനിങ്ങിന് വിധേയമാക്കുന്നതിന് വരെയുള്ള ടൈം ഗ്യാപ്പ് ആണ് എന്തെന്ന് പറയുന്നത്, വെയിറ്റിംഗ് ടൈം ഫോർ ഡയഗ്നോസ്റ്റിക്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഒരു രോഗി ഹോസ്പിറ്റലിൽ വന്നു, ഡോക്ടറെ കണ്ടു, ഡോക്ടർ സ്കാൻ ചെയ്യാൻ പറഞ്ഞു, ആ റിക്വസ്റ്റഡ് ഫോം കൊണ്ടുപോയിട്ട് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുപോയി കൊടുത്തു. അത് മുതല് നമ്മളെ സ്കാനിങ്ങിന് വിധേയമാക്കുന്നത് വരെയുള്ള ആ ടൈം ഗ്യാപ്പ് ഉണ്ടാവില്ലേ, അതിനെയാണ് നമ്മൾ പറയുന്നത് വെയിറ്റിംഗ് ടൈം ഫോർ ഡയഗ്നോസ്റ്റിക് എന്ന്. ഓക്കെ, അതിന്റെ ഫോർമുല നോക്കിയേ, ഇവിടെ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് തെറ്റുണ്ട്, അപ്പൊ ഞാൻ വായിക്കാം. എന്താ, sum of time taken for diagnostic divided by number of patients reported in diagnostic. Clear ആണോ? നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഓക്കെ ആണോ? കറക്റ്റ് ആയിട്ടാണോ കൊടുത്തിരിക്കുന്നത് ഫോർമുല? ഒന്നും കൂടി ഞാൻ വായിക്കാം, ശ്രദ്ധിച്ച് കേൾക്കാം കേട്ടോ. സം ഓഫ് ടൈം ടേക്കൺ ഫോർ ഡയഗ്നോസ്റ്റിക്സ് divided by number of patients reported in diagnostics. Okay ആണോ? തെറ്റുണ്ടോ എന്തെങ്കിലും? തെറ്റുണ്ട്. ഓക്കെ, അപ്പൊ എഴുതിയെടുക്കാം കേട്ടോ. സം ഓഫ് ടൈം ടേക്കൺ ഫോർ ഡയഗ്നോസ്റ്റിക് അല്ലെ, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് ഫോർമുലയുടെ ന്യൂമറേറ്റർ തന്നെയാണ് ക്വസ്റ്റ്യനിലും കൊടുക്കുന്ന ഹെഡിങ് അല്ലെ, ഫോർമുലാസിന്റെ ഹെഡിങ് എന്ന് പറയുന്നത്. അപ്പൊ അത് കറക്റ്റ് ആക്കി ചെയ്താട്ടോ. എളുപ്പ വഴി പറഞ്ഞിട്ടാണ് നമ്മള് ഈ ഫോർമുല സ്റ്റാർട്ട് ചെയ്തത് അല്ലെ, അവിടെ കൊടുത്തിരിക്കുന്നത് തെറ്റുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. ഞാൻ പറയാം, സം ഓഫ് ടൈം ടേക്കൺ ഫോർ ഡയഗ്നോസ്റ്റിക്സ്. Sum of time taken for diagnostics divided by, ബാക്കിയുള്ളത് കറക്റ്റ് ആണ് കേട്ടോ, number of patients reported in diagnostics. ക്ലിയർ ആയോ? ഫോർമുല എല്ലാവരും കറക്റ്റ് ആക്കി എഴുതിയോ? ഓക്കെ, ഇനി അതിനെ നോക്കിയേ, എന്താണ് ഫോർമുല എന്ന് പറഞ്ഞാല് സം ഓഫ് ടൈം ടേക്കൺ ഫോർ ഡയഗ്നോസ്റ്റിക്സ് അല്ലെ, ഡയഗ്നോസ്റ്റിക്സിന് വേണ്ടിയിട്ട് എടുത്ത മൊത്തം ടൈം എത്രയാണ്? ഓക്കെ, രോഗനിർണയത്തിന് വേണ്ടിയിട്ട് എടുത്ത ടൈം മൊത്തം എത്രയാണ്, അതിന്റെ എടുത്ത ആകെ തുക ഡിവൈഡഡ് ബൈ ഡയഗ്നോസ്റ്റിക്സിന് വേണ്ടി വന്നിട്ടുള്ള മൊത്തം പേഷ്യൻസിന്റെ ആകെ എണ്ണം. രോഗനിർണയത്തിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ള പേഷ്യൻസ് ആരൊക്കെയാണ്, അവരുടെ ടോട്ടൽ നമ്പർ. ഓക്കെ, ഡയഗ്നോസ്റ്റിക്സിന് വേണ്ടിയിട്ട് എടുത്ത ആ ടൈമിന്റെ ആകെ തുക, അതുപോലെ തന്നെ ഡിവൈഡഡ് ബൈ എത്ര പേഷ്യൻസ് ഡയഗ്നോസ്റ്റിക്സുമായിട്ട് വന്നിട്ടുണ്ട്, അവരുടെ ടോട്ടൽ നമ്പർ. ക്ലിയർ ആയോ? നെക്സ്റ്റ് ഒന്നുകൂടി നോക്കിയേ, 24. ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ്. ഓക്കെ, എന്താണ് ഡിസ്ചാർജ് എന്ന് പറഞ്ഞാല്, the discharge process is considered to have initiated when the consultant formally approves the discharge and ends with the patient living in the clinical unit. അപ്പൊ എന്താണ് ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു ഡോക്ടർ രോഗിക്ക് ഫോർമൽ ആയിട്ട് ഡിസ്ചാർജ് കൊടുത്ത് പേഷ്യൻസ് ക്ലിനിക്കൽ യൂണിറ്റിൽ നിന്ന് ലീവ് ചെയ്ത് പോകുന്നത് വരെയുള്ള ടൈം ഗ്യാപ്പ് അല്ലെ. നമുക്കറിയാം, ഇപ്പൊ കാലത്ത് ഡോക്ടർ പറഞ്ഞു പേഷ്യന്റ് ഓക്കെയാണ്, കണ്ടീഷണൽ ഓക്കെയാണ്, നമുക്ക് ഇന്ന് ഡിസ്ചാർജ് ആക്കാം എന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ പേഷ്യന്റിന്
എന്ത് ചെയ്തു ആ ചാർട്ടിൽ ഡോക്ടർ എഴുതോ അല്ലെ ഡിസ്ചാർജ് ചെയ്യാം എന്നുള്ളത് എഴുതും. പക്ഷെ എന്താണ് ഡിസ്ചാർജ് ആക്കാന്ന് പറയുമ്പോ തന്നെ അവിടെ നിന്ന് രോഗിയെ വിടുന്നുണ്ടോ? പറ്റി പോവാൻ പറ്റോ? കാലത്ത് തന്നെ ഡോക്ടർ ഡിസ്ചാർജ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര മണിയാവും നമ്മൾ പോകുമ്പോ അല്ലെ? നമുക്ക് എല്ലാവർക്കും ഒരു എന്താ ഒരു എക്സ്പീരിയൻസ് ഉള്ള കാര്യമാണ് അല്ലെ ഈ ഡിസ്ചാർജിന്റെ കാര്യം എന്ന് പറയുന്നത്. ആർക്കും അങ്ങനെ ഈവനിങ് ആവും അല്ലെ? ഉച്ച കഴിയും അല്ലെ? ഈവനിങ് 4 മണി 5 മണി ചിലപ്പോ രാത്രി ആവാനും സാധ്യതയുണ്ട് അല്ലെ? ഇൻഷുറൻസ് ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ അത് അപ്രൂവ് ചെയ്ത് വരാനൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. ഓക്കെ, അതുപോലെ തന്നെ നമ്മളിപ്പോ ബില്ല് ക്യാഷ് ആണെങ്കിലും എന്താണ് അപ്പൊ തന്നെ നമുക്ക് പോരാനായിട്ട് ഇത്തിരി നേരം എടുക്കും അല്ലെ? ഡിസ്ചാർജ് സമ്മറി അതൊക്കെ നമ്മൾ എഴുതി തയ്യാറാക്കിയിട്ട് വേണം തരാനായിട്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ആ പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ ചെയ്ത് വരുമ്പോഴത്തേനും കുറച്ച് ടൈം എടുക്കാറുണ്ട് അല്ലെ? കാലത്ത് ഡോക്ടർ എഴുതി തന്നിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ആവും നമ്മൾ പോവാനായിട്ട്. ഓക്കെ, അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ്. ഒരു രോഗി ഫോർമൽ ആയിട്ട് ഡിസ്ചാർജ് കൊടുത്തിട്ട് പേഷ്യൻസ് ക്ലിനിക്കൽ യൂണിറ്റിൽ നിന്ന് ലീവ് ചെയ്ത് പോകുന്നത് വരെയുള്ള ടൈം ഗ്യാപ്പ്, അതിനെയാണ് എന്ത് ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജിൽ പറയുന്നത്. അതിന്റെ ഫോർമുല നോക്കിയേ. സം ഓഫ് ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പേഷ്യൻസ് ഡിസ്ചാർജ്ഡ്. എന്താണ് അവിടെ പറയുന്നത്? ഡിസ്ചാർജ് കൊടുത്തതിന്റെ ആ ടൈം അല്ലെ? ടൈമാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിന്റെ എന്താ പറയുന്നത്? സം ഓഫ് ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ്. ഡിസ്ചാർജിന് വേണ്ടി എടുത്ത ആ ടൈമിന്റെ ആകെ തുക ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് അല്ലെ? നമ്പർ ഓഫ് പേഷ്യൻസ് ഡിസ്ചാർജ്ഡ്. എത്ര പേഷ്യൻസ് ഡിസ്ചാർജ് ആയിട്ടുണ്ട്. ഓക്കെ, ആ ഡിസ്ചാർജിന് വേണ്ടി എടുത്ത ടൈമിന്റെ ആകെ തുക ഡിവൈഡഡ് ബൈ എത്ര പേരാണ് ഡിസ്ചാർജ് ആയിരിക്കുന്നത്, അവരുടെ ടോട്ടൽ നമ്പർ. ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ. 23ഉം 24ഉം വായിച്ചു നോക്കാം. ഓക്കെ, ഇത്ര വരെ മിസ് എടുക്കുന്നുള്ളൂ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഒന്നുകൂടി പറയാം കേട്ടോ. രണ്ടെണ്ണം കൂടി നമുക്ക് മാർക്ക് ചെയ്യാനുണ്ട്. എടുത്തത് വരെയും ഒന്ന് മാർക്ക് ചെയ്ത് തരാം. ഓക്കെ, നേഴ്സ് പേഷ്യന്റ് റേഷ്യോ ഫോർ ICUs ആൻഡ് വാർഡ് വരെ നമ്മൾ മാർക്ക് ചെയ്തു അല്ലെ? നെക്സ്റ്റ് നോക്കാം കേട്ടോ. നെക്സ്റ്റ് 23 waiting time for diagnostics. Waiting time for diagnostics. Next 24 time taken for discharge. Time taken for discharge. Time taken for discharge. 23, 24. Okay, മാർക്ക് ചെയ്തോ? എടുത്തത് ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ നെക്സ്റ്റ് വീക്ക് അല്ലെ? നെക്സ്റ്റ് വീക്ക് വരുമ്പോ കൃത്യമായിട്ട് വായിച്ച് പഠിച്ചിട്ട് വരാം കേട്ടോ. ഓക്കെ, താങ്ക് യു.